സമസ്തയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായില്ല. ലീഗ് അനുകൂല, ലീഗ് വിരുദ്ധ വിഭാഗങ്ങളുടെ തുടർ ചർച്ചയാണ് ധാരണയാകാതെ പിരിഞ്ഞത്. ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവടക്കം 2 പേരാണ് പങ്കെടുത്തത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വിവരങ്ങൾ. വൃദ്ധ മലപ്പുറം ചേളാരിയിലായിരുന്നു സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ചർച്ച നടന്നത്. ഇന്നലെയായിരുന്നു ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. അതിൽ തന്നെ ലീഗ് വിരുദ്ധരിൽ നിന്നും ഹമീദ് ഫൈസി അമ്പലക്കടവും മറ്റൊരാളും മാത്രമാണ് ഈ ഒരു യോഗത്തിന് എത്തിയത്. എന്നാൽ ലീഗ് അനുകൂലികളായിട്ടുള്ള പക്ഷത്ത് നിന്ന് പ്രധാനമായും നാസർ ഫൈസി കൂടത്തായി, അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഒപ്പം തന്നെ യു ഷാഫി ഹാജി, മൊയ്തീൻ ഫൈസി പുത്തനേഴി, മലയമ്മ അബൂബക്കർ ഫൈസി തുടങ്ങിയ നേതാക്കളും ലീഗ് അനുകൂല പക്ഷത്തു നിന്നും ചർച്ചയ്ക്കായി എത്തിയിരുന്നു. ഇതിൽ തന്നെ പ്രധാനമായും ഈ ലീഗ് അനുകൂല പക്ഷം ആവശ്യപ്പെട്ടത്, കഴിഞ്ഞ ദിവസം ഈ ലീഗും സമസ്തയും തമ്മിലുള്ള വിഷയത്തിലുള്ള ചർച്ചയായിരുന്നു നടന്നത്. അതിൽ തന്നെ ലീഗും സമസ്തയും തമ്മിൽ സമവായത്തിൽ എത്തുകയും ചെയ്തു. അപ്പോഴും ഈ സമസ്തയ്ക്കുള്ളിലുള്ള ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സമസ്ത അധ്യക്ഷനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കവെ തന്നെ പറഞ്ഞ കാര്യം, 2 ആഴ്ചക്കിടെ തുടർ ചർച്ചകൾ നടക്കും. 2 ആഴ്ചക്കിടയിൽ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ കൂടി പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കീറാമുട്ടിയായ വിഷയമായിട്ടുള്ള CIC, അതായത് ഇസ്ലാമിക് കോളേജുകളുടെ കോർഡിനേഷനായിട്ടുള്ള CICയുടെ മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ലീഗിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള SYSന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് നേതാക്കളില്ലാതെ, അതായത് ജിഫ്രി തങ്ങളും സാദിഖ് അലി തങ്ങളും അല്ലെങ്കിൽ സമസ്തയുടെ ഉന്നത നേതൃത്വവും ഒന്നുമില്ലാതെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും മാത്രം പ്രത്യേകം ഇരുന്നത്. അത് ഈ പരസ്പരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ നേതാക്കളുടെ അസാന്നിധ്യത്തിൽ ഇത്തരത്തിൽ ചർച്ച നടത്തിയത്. അതിൽ ലീഗ് അനുകൂലികൾ പ്രധാനമായും പങ്കുവച്ച ആവശ്യം എന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങളെ സമസ്ത മുശാവറ യോഗത്തിലെ ക്ഷണിതാവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഒപ്പം തന്നെ സുപ്രഭാതം ദിനപത്രം, ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൽ നിലവിൽ ലീഗ് വിരുദ്ധർക്കാണ് അതിൻ്റെ എഡിറ്റോറിയൽ മേൽക്കൈയുള്ളത്. അതിൽ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കണം. കൂടാതെ സമസ്ത സമ്മേളന സ്വാഗത സംഘത്തിൽ അതിലും തുല്യ പങ്കാളിത്തം ഉറപ്പാക്കണം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് ലീഗ് അനുകൂലികൾ ആവശ്യപ്പെട്ടത്. അതിൽ സാദിഖ് അലി തങ്ങളെ മുശാവറയിൽ ക്ഷണിതാവാക്കണം അടക്കമുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഹമീദ് അലി ഫൈസി അമ്പലക്കടവ് സൂചിപ്പിച്ചത്, ഇത് ഒറ്റയ്ക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് കൂട്ടായ ചർച്ച ഉണ്ടാവണം. ആ കൂട്ടായ ചർച്ച ഉണ്ടാവാതെ ഇതിൽ ഒരു തീരുമാനം പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ധാരണയാവാതെയാണ് ചേളാരിയിൽ ചേർന്ന ഈ ഒരു ലീഗ് അനുകൂലികളെയും ലീഗ് വിരുദ്ധരുടെയും സമസ്തയിലെ യോഗം പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ കേവലം 2 പേർ മാത്രമാണ് യോഗത്തിനെത്തിയത്. മറ്റുള്ളവർ മനഃപൂർവ്വം വരാതിരുന്നതാണോ എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയായിട്ടുള്ള മറ്റൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയം പൂർണ്ണമായും പരിഹരിക്കപ്പെടാൻ തുടർന്ന് നേതാക്കളുടെ സാന്നിധ്യത്തിൽ, അതായത് ജിഫ്രി തങ്ങളുടെയും സാദിഖ് അലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മധ്യസ്ഥരുടെയും എല്ലാം തന്നെ സാന്നിധ്യത്തിലുള്ള ഒരു ചർച്ച കൂടി ഉണ്ടാകുമെന്നാണ് നമുക്കറിയുന്നത്. അതുകൊണ്ട് അതിൻ്റെ തുടർ ചർച്ചകൾ ഇനിയും ഉണ്ടാകും. വൃന്ദ. ശരി, വ്യക്തമാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.